കുറച്ച് ദിവസം മുമ്പേ നമ്മൾ മാങ്ങ വെച്ചിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിലൊരു കേക്ക് ഉണ്ടാക്കിയിരുന്നു. അന്നൊരാൾ ചോദിച്ച ചോദ്യമാണ് കേട്ടോ അത്. നമുക്ക് ആട്ടപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അതും ശർക്കരയും ആട്ടപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. 3/4 കപ്പ് പാലെടുക്കാം. ചെറു ചൂടുള്ള പാലാണ്. അതിലേക്ക് 3/4 കപ്പ് ശർക്കര ചേർക്കാം. 1/4 കപ്പ് നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ശർക്കര ഒന്നുകൂടി ചീവി എടുത്താൽ നന്നായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതൊന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇടഞ്ഞെടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. താഴെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചേക്കുന്നത്. ഇതിലേക്ക് ഓരോ സ്പൂൺ വീതം നമ്മൾ മാവ് കോരി വയ്ക്കുക. അടച്ച് ഒരു 8 മിനിറ്റോളം നമ്മൾ വേവിച്ചെടുത്താൽ മതി കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ തുറന്ന് നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണ്. ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ശർക്കരയൊക്കെ ഉപയോഗിച്ചിട്ട്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.